നമസ്കാരം. ആയുർജീവനത്തിലേക്ക് സ്വാഗതം. മഴക്കാലത്തെ ആഹാരപാനീയങ്ങളെ പറ്റിയാണ് ഇന്ന് ആയുർജീവനത്തിൽ സംസാരിക്കുന്നത്. മഴക്കാലം പ്രതിരോധശേഷി കുറവുള്ള കാലമാണ്. രോഗാണുബാധയ്ക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കാലവുമാണ്. മൺസൂൺ കാലത്ത് കേരളത്തിൽ നിറയെ വ്യാധികളുണ്ടാകുന്നു. ആഹാരപാനീയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഏറ്റവും പ്രധാനം പാകം ചെയ്ത ആഹാരം മാത്രം കഴിക്കുക എന്നുള്ളതാണ്. തണുത്ത ആഹാരപാനീയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. മഴക്കാലത്ത് ധാന്യങ്ങൾ കഴിക്കുന്നത് ചര്യയുടെ ഭാഗം കൂടിയാണ്. തവിടുള്ള ധാന്യങ്ങളാണ് വളരെ ആരോഗ്യകരമാവുക. കുത്തരി, ഗോതമ്പ്, റാഗി, യവം മുതലായവ ഈ സമയത്ത് കഴിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കഞ്ഞി വെച്ച് ഇവ കഴിക്കാം. അല്പം പുളിയും എരിവും ചേർക്കുന്നതിൽ തെറ്റില്ല. ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കഴിക്കുന്നതാണ് വളരെ ആരോഗ്യകരമായി തീരുന്നത്. മഴക്കാലത്ത് ദഹനശേഷി കുറയും. അതുകൊണ്ട് ഈ സമയത്ത് കൊഴുപ്പേറിയ ആഹാരപദാർത്ഥങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കണം. ദഹനശേഷി കുറയുമ്പോൾ പിത്തദുഷ്ടി ഉണ്ടാവുകയും അജീർണമുണ്ടാവുകയും ചെയ്യും. പച്ചക്കറികളിലേക്ക് വരുമ്പോഴാവട്ടെ പ്രതിരോധശേഷി മെച്ചമാക്കുന്ന പടവലങ്ങ, കയ്പ്പയ്ക്ക, അച്ചിങ്ങപ്പയർ ഇവയെല്ലാം നല്ലതാണ്. കറി മസാലകളിൽ മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, ഉലുവ എന്നിവയൊക്കെ ധാരാളമായി ഉപയോഗിക്കണം. കാരണം ഇവ മനുഷ്യ ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന മെഡിക്കൽ ഫുഡ്സ് എന്ന ഗണത്തിൽപ്പെടുന്ന ദ്രവ്യങ്ങളാണ്. പഴങ്ങളാവട്ടെ പച്ചയായ പഴങ്ങൾ ഈ സീസണിൽ ഒഴിവാക്കണം. ഗ്രീഷ്മകാലത്ത് കഴിച്ചിരുന്ന തണ്ണിമത്തനും മറ്റും ഒഴിവാക്കി വരണ്ട പഴങ്ങൾ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ഈന്തപ്പഴം, ഉണക്കമുന്തിരി എന്നിവയൊക്കെ ഈ സീസണിൽ മതിയാകും. പാനീയങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ചുക്ക്, കുരുമുളക്, തുളസിയില, തുമ്പയില, പനിക്കൂർക്കയില തുടങ്ങിയ കഫക്കെട്ടും കുറയ്ക്കുന്ന ഔഷധദ്രവ്യങ്ങളിട്ട് തയ്യാറാക്കുന്ന ദാഹശമനിയാണ് ഈ സീസണിൽ ഭംഗിയായി തീരുന്നത്. അതുകൊണ്ട് ഉചിതമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടി മഴക്കാല രോഗങ്ങളെ നമുക്ക് തടയാം. ഇനി മറ്റൊരു വിഷയവുമായി ആയുർജീവനത്തിൽ വീണ്ടും കാണാം. നന്ദി.